It is critical that we expose voter chori. ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता। 65 लाख लोगों का वोट काटा है। क्यों? अदानी और अंबानी की मदद करने के लिए कि वो आपका पूरा धन आपसे चोरी करें। The job of this election commission, which is the constitutional body with a constitutional mandate, is not to attack the opposition. രാജ്യം ഒരു ഇലക്ഷൻ കമ്മീഷനെതിരെ കാണാത്ത അസാധാരണ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി. ഇംപീച്ച്മെന്റ് സാധ്യത തേടലാണ് അവർ. അത് വിജയിച്ചാലും ഇല്ലെങ്കിലും 7-ാം തീയതി ആ നിർണായക വാർത്താ സമ്മേളനം നടന്ന് 10 നാൾ പൂർത്തിയാകുമ്പോഴും ഒരു മറുപടി വാർത്താ സമ്മേളനത്തിലും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽപ്പാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ അഡീഷണൽ ഫിറ്റിംഗ് എന്ന മട്ടിൽ അനാവൃതമായി എന്നാരോപിക്കുന്നുണ്ട് പ്രതിപക്ഷം. ആരോപണത്തിലെ രാഷ്ട്രീയ മാർജിൻ മാറ്റി നിർത്തിയാലും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി മുട്ടുന്ന ഇലക്ഷൻ കമ്മീഷൻ BJPക്കും കേന്ദ്ര സർക്കാരിനും മാത്രമാണോ അതോ രാജ്യത്തിനു തന്നെയാണോ നാണക്കേട്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ രാജു P. നായർ, ശ്രീ P. ശ്യാംരാജ്, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ. ചർച്ചയിലാദ്യം ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസിലേക്ക് പോകുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ഇന്നലെ രാഹുൽ ഗാന്ധി 2023 ഒരു നിയമഭേദഗതിയെ പറ്റി പറയുന്നുണ്ട്. അതിൽ എഴുതി വെക്കുന്നുണ്ട്, നോ കോർട്ട് ഷാൽ എന്റർടൈൻ ഓർ കണ്ടിന്യൂ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഹു ഈസ് ഓർ വാസ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എല്ലാം ഉണ്ടാക്കി വെച്ചു എന്ന് പ്രതിപക്ഷം വെറുതെ ആരോപിക്കുന്നതല്ല. നിയമഭേദഗതി അടക്കം നമുക്ക് അതിനു മുന്നിൽ തെളിവായി ഉണ്ട്. ശരിയാണ്, ഇംപീച്ച്മെന്റ് നടപടികൾ, ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര എന്ന് പറയുന്ന വലിയ പങ്കാളിത്തത്തിൽ നടക്കുന്ന യാത്ര ഒക്കെ ശരിയാണ്. വോട്ടർമാരെ ബോധവൽക്കരിക്കലൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനൊരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ ഇത്രയധികം ഇമ്മ്യൂണിറ്റി അകത്ത് നിൽക്കുന്ന ഒരു ഈസിക്കെതിരെ ഈ പോരാട്ടം മതിയാകുമോ? ശ്രീ ജോൺ ബ്രിട്ടാസ്. 3.5 പതിറ്റാണ്ട് കാലം ഡൽഹിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഗൂതം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെയോ ഒരു ഘട്ടത്തിൽ പോലും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഗ്നമായി നിൽക്കുന്ന ഒരു രൂപം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നോക്കുക. അതായത് പ്രതിപക്ഷം ബീഹാറിൽ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നു. ആ സമയം നോക്കി ഞായറാഴ്ച, എൻ്റെ അനുഭവത്തിൽ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഒരു പത്രസമ്മേളനമായി വരുന്നു. നുണകളും അർദ്ധസത്യങ്ങളും വിളമ്പുന്നു. തങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്ത ഓരോ ചോദ്യത്തെയും അവർ ഒഴിവാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, അതിനേക്കാളും താഴ്ന്ന് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വാലായി മാറി എന്നുള്ള കാര്യം വ്യക്തമായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രാവിലെ ചേർന്നപ്പോൾ, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, പ്രതിപക്ഷത്തിനെതിരെ യുദ്ധാഹ്വാനം മുഴക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകണമെന്നുള്ള ഒരു ധാരണ വന്നത്. ഈ ഒരു സ്ഥിതിയിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി 2023 ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ, ആ 2023 ഭേദഗതി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് KM ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രധാനമായ തീരുമാനം. അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സംശുദ്ധമാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിരിക്കണം, നീതിപൂർവമായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി അതിന് നിയമനത്തിൻ്റെ ഘടനയിൽ വ്യക്തമായ ഒരു നിലപാട് വേണം. ഇതായിരുന്നു ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷം വഹിച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് 2023 കേന്ദ്ര സർക്കാർ ഒരു നിയമഭേദഗതിയുമായി വന്നത്. മാത്രമല്ല അതിലാണ്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ഇൻസുലേറ്റ് ചെയ്യുന്നു. അതായത് ഒരു തരത്തിലും ക്രിമിനലോ സിവിലോ ആയിട്ടുള്ള ഒരു കേസുകളിലേക്ക് അവരെ വലിച്ചഴക്കാൻ പാടില്ല. അവരെ പരിപൂർണമായിട്ടും പ്രതിരോധിക്കുന്ന, അവർക്ക് കവചം തീർക്കുന്ന ഒരു നടപടി. ഇനി പത്രസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അർദ്ധസത്യങ്ങളും മറ്റും ഇന്ന് ഞങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി അത് അനാവരണം ചെയ്തിട്ടുണ്ട്.
എത്രത്തോളം കള്ളമാണ് ഒരു ഭരണഘടനാ സ്ഥാപനം പറഞ്ഞത് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരയിട്ടിട്ടുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ ഉയർന്ന ഓരോ കാര്യങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണങ്ങൾക്ക് സത്യവാങ്മൂലത്തിൻ്റെ രൂപത്തിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം 7 ദിവസം കൊണ്ട് മാപ്പ് പറയണം. രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതയാണെങ്കിൽ, എന്നാൽ കളവ് വസ്തുതയാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ പത്രസമ്മേളനത്തിൽ വിളമ്പി. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സത്യവാങ്മൂലമോ മാപ്പപേക്ഷയോ നൽകേണ്ടതില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്? ഗ്രേഡഡ് റെസ്പോൺസാണ്. ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡിൽ അനുരാഗ് ഠാക്കൂറിനെ നിർത്തണമെന്ന് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അതെയോ അനുരാഗ് ഠാക്കൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമാണോ? മാത്രമല്ല, ഓരോ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇത് ബീഹാറിൻ്റെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ TN ശേഷൻ മുമ്പ് നടത്തിയിട്ടൊരു പ്രതികരണമുണ്ട്. വലിയൊരു വിവാദം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗമല്ല, ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ, സംവിധാനത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ TN ശേഷനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ ഭാഗികമായെങ്കിലും അർത്ഥം ഉൾക്കൊള്ളാൻ ജ്ഞാനേഷ് കുമാറിനും സംഘത്തിനും കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം ഒരു വ്യത്യസ്തമാകുമായിരുന്നു. അടുത്തടുത്ത അങ്ങനെയൊക്കെ എത്താം. ശ്രീ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മറുപടി ഇല്ലായ്മയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ദിവസം ഞാൻ അങ്ങനെയൊക്കെ എത്താം. സാർ അടുത്ത MR അഭിലാഷ് ഇപ്പോൾ ഇംപീച്ച്മെന്റിലേക്ക് പോവുകയാണ്. ജോൺ ബ്രിട്ടാസും പ്രതിപക്ഷ സഖ്യവും ഒക്കെ. അത് ഓഫ് കോഴ്സ് ഒരു പൊളിറ്റിക്കൽ മൂവ് കൂടിയാണ്. ഈ പറയുന്ന സാധനങ്ങൾ സജീവ ചർച്ചയിൽ നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിനുണ്ട്. അതിനിപ്പോൾ ഞാൻ രാവിലെ PDT ആചാര്യോടൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി തുച്ഛമാണ് എന്ന് PDT ആചാര്യ പറയുന്നുണ്ട്. അത് അവരുടെ അവരുടെ രാഷ്ട്രീയ അവകാശം അത്തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ. അത് വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ചോദ്യങ്ങൾ, ഒറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം കള്ളവോട്ട്, ABCDEFGH എന്ന് പറയുന്ന അച്ഛന്മാരുടെ പേരുള്ളവർ, 0 വട്ടപൂജ്യം 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 എന്നിങ്ങനെ ഇങ്ങനെ വിചിത്രമായ വീട്ടുപേരുകൾ, ഒറ്റമുറിൽ 80, 100, 300, 200, 500 ആളുകൾ കൂടുന്നത്, ഇതെങ്ങനെ എന്ന സാമാന്യ വോട്ടർക്ക് ചോദ്യത്തിന്, ആർക്കും ഉണ്ടാകുന്ന കോമൺ സെൻസിൽ ഉണ്ടാകുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തല താഴ്ന്നു പോകുന്നത് ശ്യാംരാജിൻ്റെ പാർട്ടിക്കാർക്ക് മാത്രമാണോ, അതോ പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെയും അങ്ങയുടെയും തല കൂടിയാണോ? ശ്രീ MR അഭിലാഷ്. ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനവും പ്രതികരണവും തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സമീപനത്തോടു കൂടിയായിരുന്നു ശ്രീ ഹാഷ്മി. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് ചോദിക്കുക, ഇത്തരത്തിലുള്ള പ്രതികരണം ഒരു ഇലക്ഷൻ കമ്മീഷനെ പോലെ ഇത്രയധികം ഭരണഘടനാപരമായിട്ടുള്ള പാവനതയുള്ള ഒരു ബോഡിയിൽ നിന്നോ അതിനെ പ്രിസൈഡ് ചെയ്യുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നോ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ കോടതികളിലെ ജഡ്ജിമാർക്ക് അനുവദനീയമായിട്ടുള്ള സെയിം പ്രൊട്ടക്ഷനാണ് ഭരണഘടനയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കുന്നത്. 324(5) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിൽ മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂ. പക്ഷേ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേസിന്റെ തീരുമാനത്തിൽ നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയും. വളരെ ശ്ലാഘനീയമായ നടപടിയെ റെക്യൂസൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷണർമാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അവസരവും ഇല്ല. കാരണം സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ബെഞ്ച് ഹിയറിംഗ് പോലെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ തങ്ങൾ വിനിയോഗിക്കുന്ന അധികാരം ഏറ്റവും നീതിപൂർണമായിട്ടാണ് വിനിയോഗിക്കപ്പെടുന്നതെന്നും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ പാവനത നിലനിർത്തുവാനുള്ള പരമമായ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നും സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സംഭവം മാത്രമല്ല, അതൊരു ഭരണഘടനയുടെ ഒരു ക്രിയേഷനാണ്. 325 വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എന്താണ്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും വോട്ടേഴ്സ് ലിസ്റ്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മാലിന്യപ്പെടുന്നു, അതിനകത്ത് അഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ അനുരണനം എന്ന രീതിയിൽ വ്യാപകമായി രാജ്യമെമ്പാടും പ്രതിഷേധവും വളരെ ഗൗരവകരമായിട്ടുള്ള ഇഷ്യൂസും, ഇപ്പൊ തന്നെ 22 ലക്ഷം വോട്ടർമാർ മരണപ്പെട്ട വോട്ടർമാരുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ചായ കുടിച്ചു എന്നാണ് വായിച്ചറിയാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവകമായ അന്വേഷണം നടത്തി തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക, അത്തരത്തിലൊരു ഓപ്പൺ അഡ്മിഷൻ ഓഫ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുന്നതിന് പകരം
ഇത്തരത്തിൽ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിനോട് മാപ്പ് പറയുക. മാപ്പ് പറയുക എന്നൊക്കെ പറയുന്നത് ഒരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതായത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഒരിക്കലും അവർ ശ്രമിച്ചുകൂടാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. അതാണ് ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്, ഇംപീച്ച്മെന്റ് എന്നൊരു പദം വ്യാപകമായി മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് റിമൂവ് ചെയ്യുക എന്നുള്ള പദമാണ്. പദവിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള ആ പദം. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഗ്രൗണ്ട്സ് അത് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും ദുർനടപ്പും ശാരീരികവും മാനസികവുമായ ക്ഷമതക്കുറവുമാണ്. ഈ 2 ഗ്രൗണ്ടുകളെ ഉള്ളു. അത് ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രൊസീജിയർ ഇവരുടെ കാര്യത്തില് പേഴ്സണലായിട്ട് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോണ്ടക്റ്റിൽ അത്തരത്തിലൊരു മിസ്ബിഹേവിയർ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുൻപോട്ട് പോയി അത് വിജയിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു എൻക്വയറി കമ്മിറ്റി ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട് എന്നതിനാൽ പലപ്പോഴും അതൊരു രാഷ്ട്രീയ തീരുമാനമായി മാറാറുണ്ട് എന്നൊരു ആരോപണം നേരിടുന്ന ഒരു അന്വേഷണ പ്രക്രിയയാണ്. പക്ഷേ അദ്ദേഹം അവിടെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ വെല്ലുവിളികൾ പത്രസമ്മേളനത്തിലൂടെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നടപടിക്ക് വലിയൊരു രാഷ്ട്രീയ ജനാധിപത്യ പ്രസക്തിയുണ്ട്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇംപീച്ച് ചെയ്യപ്പെടുവാനുള്ള നടപടിയുമായി പാർലമെന്റിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ വിഷയമാണ്. നാം മനസ്സിലാക്കേണ്ടത് 2017 സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായിരുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപിൽ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനെ കണ്ടംപ്റ്റ് അധികാരം വേണം, കോടതി അലക്ഷ്യ അധികാരം വേണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. അന്നൊരു ചെറിയ ചിരിയോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ കണ്ടംപ്റ്റ് പവർ അവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടംപ്റ്റ് പവർ ഗ്രാന്റ് ചെയ്തിരുന്നെങ്കിൽ വിമർശനത്തിന് അതീതമായിട്ടുള്ള ഒരു ബോഡിയായി അവർ മാറുമായിരുന്നു. ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർക്കാൻ അദ്ദേഹം വിസ്മരിച്ചു പോയ അല്ലെങ്കിൽ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത്രയധികം അധികാരം വിനിയോഗിക്കുന്ന ഒരു ബോഡി, സുപ്രീം കോടതി ജഡ്ജിക്ക് അനുവദനീയമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് മാത്രമല്ല കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ചാർജ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ഇലക്ഷൻ കമ്മീഷന്റെ. അപ്പൊ ഇത്രയധികം ഇൻഡിപെൻഡൻസ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ 325 വകുപ്പ് പ്രകാരം പരിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ സാങ്ക്ടിറ്റിയെ സംബന്ധിച്ച് ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്ന വേളയിൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സ്വയം അധപ്പതിച്ച് ജനങ്ങളുടെ മുൻപിൽ പ്രകടമാക്കപ്പെടുന്ന കൺസേൺസ് അതിന് മറുപടി കൊടുക്കാതെ ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനെ പോലെ മറുപടി കൊടുക്കുന്നത് തീർത്തും സങ്കടകരമാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അത് വേദനാജനകവുമാണ്. ഞാൻ എത്താം ശ്രീ ശ്യാംരാജ്, ഇവിടെ നോക്കൂ, സ്വന്തം ഡ്രൈവർ ഉടായ്പിലൂടെ, ഫോർജറിയിലൂടെ, ക്രമക്കേടിലൂടെ വോട്ട് ചേർത്ത കാര്യമടക്കമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അത് ചോദിക്കുമ്പോൾ വാനരന്മാർ പലതും പറയുന്നു എന്ന് സുരേഷ് ഗോപിക്ക് പറയാം. സുരേഷ് ഗോപി പോലും പറഞ്ഞുകൂടാ. കാര്യം എന്താണ്? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. നോക്കൂ, വീട്ടുപേര് വട്ടപ്പൂജ ഒന്നല്ല, ആയിരങ്ങൾ. എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമ്മീഷൻ മോഡുലേഷൻ മാറ്റുന്നു. ദയ, കരുണ, അനുതാപം പോലെയുള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നി മറയുന്നു. ആപ് ലോഗ് ഭാഗ്യവാൻ ഹേ, കഹി ലോഗോം കെ പാസ് ഘർ നഹീ ഹേ, जहां वो व्यक्ति रात पर सोने आते हैं, कहीं बार सड़क के किनारे, कहीं बार फूल के नीचे, ये हमारा गरीब मतदाता हूँ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകമാണ്. കഥ പറയുമ്പോൾ സിനിമയിൽ ബാർബറാം ബാലിനെ ഓർക്കുമ്പോൾ മമ്മൂട്ടി വിതുമ്പും പോലെ വിതുമ്പേനെ കമ്മീഷൻ ഒന്നുകൂടി ചോദിച്ചിരുന്നെങ്കിൽ. ഈ കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധിയില്ലാത്ത നിരക്ഷര കക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ ശ്യാംരാജ്? ഹാഷ്മി, നിങ്ങളിപ്പോൾ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്നുൾപ്പെടെയുള്ള ചോദിച്ച ചോദ്യം, അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ശ്രീ ജോൺ ബ്രിട്ടാസോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അത് രാഷ്ട്രീയമാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെപ്പോലെ ഒരു അവതാരകൻ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഇന്നലെ കണ്ടത്, ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ, അതോ ആ വൈകാരികമായോ? താങ്കളുടെ കണ്ണു നിറഞ്ഞോ അത് പറഞ്ഞപ്പോ? ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വീട്ടില്ലാത്ത വോട്ടർമാരുണ്ട്. അവർ മനുഷ്യജീവികളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ താങ്കൾക്ക് വികാരം വന്നോ? ശരിയല്ലേ വന്നേ? സത്യം പറ. പലർക്കും പല രീതിയിലാണെന്ന് ഹാഷ്മി ഇവിടെ കിടന്ന മുമ്പിലെ ആ പ്രോംപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ചിരി വരും. അത് പലർക്കും പല രീതിയിലാണെന്ന് എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും ചിരി വരണമെന്ന് അങ്ങോട്ട് വാദിക്കല്ലേ.
ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാനും ആ സ്റ്റേറ്റ്മെന്റ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ, ഇനി അദ്ദേഹത്തോടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ, അതുമല്ല ഈ ചർച്ചയ്ക്കൊക്കെ ആധാരമായിട്ടുള്ള BJPയുടെ അടിക്കടി ഉണ്ടാകുന്ന വിജയങ്ങളാണോ നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നെനിക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നാടകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹം കൃത്യമായിട്ടുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-ാം തീയതി മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ അടക്കം പറഞ്ഞത് 0 കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, ഈവൻ പാലങ്ങൾക്കടിയിൽ പോലും കിടക്കുന്ന ആളുകൾ, അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലുമുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് വീട്ടുപേരുകൾ പാലത്തിനടിയിൽ ഉറങ്ങുന്നവരാണോ എന്നാണ് പറഞ്ഞത്. വീടില്ലാത്തവരാണ്. ആ യുക്തിക്ക് ഈ പറഞ്ഞ HAJ അച്ഛന്മാരെ പറ്റി ചോദിക്കാൻ കാര്യമായി. വേറെ വല്ലതൊക്കെ പറഞ്ഞ കമ്മീഷൻ നിങ്ങൾ എനിക്ക് മുമ്പുള്ള രണ്ടുപേർ സംസാരിച്ചപ്പോഴും മിണ്ടാതിരുന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു HAJ ABCD അച്ഛന്മാരെ പറ്റി ചോദിക്കാൻ കാര്യമായി. വേറെ വല്ലതൊക്കെ പറഞ്ഞ കമ്മീഷൻ. എന്റെ ഒറ്റപ്പൂജ്യം വീടില്ലാത്തവരാണെന്ന് പറഞ്ഞെങ്കിൽ ഈ അച്ഛന്മാരുടെ പേരിൽ വേറെ വല്ലതൊക്കെ പറഞ്ഞു കളഞ്ഞ കമ്മീഷൻ ഇല്ലേ? ഇങ്ങനെ സംസാരിക്കുന്നത് ഹാഷ്മി, ഓ ഒരുപക്ഷെ ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളതും. ഇവിടെ ഈ ചർച്ചയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് എതിരഭിപ്രായങ്ങളുമുണ്ട്. നിങ്ങളോട് പല ചോദ്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്തതുമുണ്ട്. പക്ഷേ ഇതൊരു ചർച്ചയല്ലേ? നിങ്ങൾ എനിക്ക് അനുഭവിച്ച നമ്മുടെ ഈ ചർച്ചയിൽ, നിങ്ങളല്ല, നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എനിക്ക് അനുഭവിച്ച സമയത്ത് എനിക്ക് സംസാരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. അതിനോടുള്ള വിയോജിപ്പ് നിങ്ങൾ ചോദിക്കും. ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം നിങ്ങൾ പറയൂ. അതാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത്. വീടുകളില്ലാത്ത ആളുകളെ പോലും വോട്ട് ചെയ്യിക്കാനും അതിൽ ചേർക്കാനും വേണ്ടി അത്രമാത്രം ഒരു എഫോർട്ട് ഇലക്ഷൻ കമ്മീഷനകത്തുനിന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ഇൻക്ലൂസീവ് ആണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിന് ഏതിനൊക്കെയാണ് ഉത്തരം പറയേണ്ടത്? ഇപ്പോൾ അദ്ദേഹത്തിന് 7-ാം തീയതിയിലെ പ്രസ് മീറ്റിൽ തന്നെ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ട് സംസാരിച്ചു. അദ്ദേഹം രണ്ടിടത്ത് ഇരട്ട വോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വിട്ടു. പക്ഷെ സത്യം എന്തായിരുന്നു? കർണാടക ഇലക്ഷൻ പറയട്ടെ, കർണാടക ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞു എന്താണ്, ഇരട്ട വോട്ട് ഇല്ലായിരുന്നു. എത്രയാണ്? ഞാൻ പറയട്ടെ, അദ്ദേഹം കൊണ്ടുവന്ന പ്രൂഫ് എന്താണ്? ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ചിത്രം, അതിൽ രണ്ടിടത്തും ടിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന സ്ലിപ്പ്, അതിൽ 2 സ്ലിപ്പിൽ ടിക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, പോളിംഗ് ഒരു ബൂത്തിൽ 2 വോട്ടല്ല ശ്യാമേ, 3 വോട്ടാ. ആയിക്കോട്ടെ, 2. ഇനി രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യപ്പെട്ടോ എന്നേ സംശയമുള്ളൂ. എന്റെ ഹാഷ്മി, രാഹുൽ ഗാന്ധി 10 എന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ 20 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണെന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷനും പോളിംഗ് ഏജന്റുമാരും പറഞ്ഞു. ആരും പറഞ്ഞില്ലേ? പറഞ്ഞേ ശകുൻ റോയ്ക്ക് ഒരു ബൂത്തിൽ 3 വോട്ടുള്ളവർ തെറ്റാന്ന് ആരും പറഞ്ഞില്ല. ഈസി പറഞ്ഞ എന്താ? അവര് വോട്ട് ചെയ്തോ സംശയമാ പറഞ്ഞേ. അദ്ദേഹം കൊടുത്ത പ്രൂഫ് തെറ്റാണെന്ന് പറഞ്ഞു. അതെ, ആ പ്രൂഫ് എന്താ? രണ്ടാമത് വോട്ട് ചെയ്ത കാര്യമല്ലേ? രണ്ടാമത് വോട്ട് ചെയ്ത കാര്യമല്ലേ? ഇതെന്ത് ലോജിക്കാണ്? അതിൽ ഈ അല്ലല്ല, ശ്യാമൻ മനസ്സിലാവാത്തല്ല. ഈ ഇലക്ഷൻ താറിനെ പറ്റി നല്ല ബോധ്യമുള്ള വർക്ക് ചെയ്തിട്ടുള്ള ശ്യാമൻ മനസ്സിലാവാത്ത കാര്യമല്ല. അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് ഏജന്റ് ടിക്ക് ചെയ്തോട് ഞങ്ങളുടെ രേഖയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ രേഖയല്ലെന്ന് അത് വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. 2 വോട്ടല്ല 3 വോട്ട് ഒറ്റ ബൂത്തിൽ. വോട്ട് ചെയ്തെന്നുള്ളതിന് പ്രൂഫില്ല, ഇരട്ട വോട്ട് ചെയ്തു എന്നുള്ളതിന് പ്രൂഫില്ല എന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ആ വ്യക്തിയും പറഞ്ഞു. എങ്കിൽ എന്തുകൊണ്ട് പ്രൂഫ് കൊടുക്കുന്നില്ല? അല്ല, 3 വോട്ടുള്ളതിന് പ്രൂഫില്ലായിട്ടുണ്ടോ? എന്റെ ഹാഷ്മി, രാഹുൽ ഗാന്ധി നിങ്ങൾ മാധ്യമങ്ങൾക്കിടയിൽ വലിയ പ്രൂഫാണെന്ന് പറഞ്ഞ് കാണിച്ചത് എന്താണ്? ഒരു വോട്ടർ പട്ടികയുടെ 2 ചിത്രങ്ങൾ, 2 കാർഡുകൾ, അതിൽ 2 ടിക്ക് ചെയ്തേക്കാണ്. എന്നിട്ട് പറയുകയാണ് പോളിംഗ് ഏജന്റ് അതിൽ സൈൻ ചെയ്തതാണെന്നല്ല, ടിക്ക് ചെയ്തതാണെന്ന്. അത് കള്ളമാണെന്നാണ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. കള്ളമായത് എന്താണ്? ഞാൻ പറയട്ടെ, അവാസ്തവം പറയാവോ? അവാസ്തവം പറയല്ലേ? കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് 2 വോട്ട് ചെയ്തതിന് പ്രൂഫില്ലെന്നാ പറഞ്ഞത്. 3 വോട്ടില്ലെന്ന് പറഞ്ഞില്ല. കേട്ടില്ല എന്താണ്? 2 വോട്ടിലെന്ന് പറഞ്ഞു. ഇപ്പൊ അനുരാഗ് താക്കൂറുടെ വാർത്താ സമ്മേളനം നടത്തി പച്ചക്കള്ളം പറഞ്ഞു. എന്താണ്? മൈമുന എന്ന് പറയുന്ന ഒരു വോട്ടർ അത് 3 വോട്ടർമാരെ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞത് കള്ളമല്ല പറഞ്ഞത്. അല്ല, ഇപ്പൊ ഈ വിഷയത്തിൽ നിന്ന് മാറിയോ? ഇല്ല, മാറില്ല. നിങ്ങൾ ശകുൻറായി മാത്രം നിൽക്കണ്ട. ശകുൻറായി മാത്രം നിൽക്കണ്ട. ഒറ്റ മിനിറ്റ്. ഇല്ല, ശകുൻറായൊക്കെ പൊളിഞ്ഞ് ഇല്ല ശ്യാമേ, ശകുൻറായൊക്കെ പൊളിഞ്ഞ് കാട്ടിക്കയറിയ കേസാ. അത് തന്നെ പറഞ്ഞു നിൽക്കല്ലേ മറുപടി ഇല്ലെങ്കിൽ. നിങ്ങളുടെയാണെന്ന് രാജ്യത്തിന് മൊത്തം മനസ്സിലാവുന്നുണ്ട്. ശകുൻറായ്ക്ക് 2 വോട്ടല്ല 3 വോട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിക്ക് തെറ്റി. 2 അല്ല 3 വോട്ടുണ്ട് ശകുൻറായ്ക്ക്. ആദിത്യ റായ്ക്കുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പൊളിഞ്ഞടങ്ങാണെന്ന് രാഹുൽ ഗാന്ധിയെക്കാരും വലിയ കള്ളമാണ് ഇവിടുന്ന് ഹാഷ്മി പറയുന്നത്. ഏഷ്യാനിലെ പ്രശാന്ത് ചോദിക്കുന്നു, കേരളമടക്കം ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നു, അന്വേഷിക്കുമോ? ആ കമ്മീഷൻ മറുപടിയില്ല. കോരിച്ചൊരിയുന്ന പെരുമഴക്കാലത്ത് എന്തിനാണ് തിടുക്കപ്പെട്ട SIR? പരഞ്ജോയ് ഗുഹ കർത്തകളുടെ എണ്ണം പറഞ്ഞ് 3 ചോദ്യങ്ങൾ മറുപടിയില്ല. വെട്ടിക്കളഞ്ഞ 65,000 വോട്ടർമാരുടെ പേര് പുറത്തുവിടാൻ സുപ്രീം കോടതി ഇടപെടുന്നത് എന്താണ്? മറുപടിയില്ല.
രാഹുൽ മാത്രമല്ല അനുരാഗ് താക്കൂർ പ്രശ്നം ഉന്നയിച്ചല്ലോ. അന്വേഷണം വേണ്ടേ? മറുപടിയില്ല. ഈ മറുപടി ഇല്ലായ്മയിൽ നിങ്ങളൊരു ശകുൻറായെ കൊണ്ടുവച്ച് നടക്കുമോ ശ്യാമേ? എന്റെ ഹാഷ്മി, നിങ്ങൾ രാഹുൽ ഗാന്ധിയാകണം വലിയ രാഹുൽ ഗാന്ധി ആവല്ലേ? എന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി തരാൻ വേണ്ടി സിസ്റ്റം ഒന്നുമില്ല. ആകെ ഒരു TV ഇരിപ്പുണ്ട്, അതിൽ നമ്മളെല്ലാം ഇരിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പോയിന്റിൽ നിന്ന് മാറല്ലേ? ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒച്ചപ്പാടിനാക്കല്ലേ, ബഹളം വയ്ക്കല്ലെന്ന്. എന്തായാലും ഈ ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് ഞാൻ തന്നെ ഉത്തരം തരണമല്ലോ. ശകുൻ റാണിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവർ ഇരട്ട അവർ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അവർക്ക് 2 വോട്ട് ഉണ്ടായി എന്നുള്ളതാണോ 2 വോട്ട് ചെയ്തു എന്നുള്ളതാണോ? അവർക്ക് 3 വോട്ട് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ആയിക്കോട്ടെ, അവർക്ക് 2 അല്ല, ഒറ്റ ബൂത്തിൽ 3 വോട്ട് ഉണ്ടെന്നാണ് പ്രശ്നം. അല്ലെന്ന് ശ്യാമിന് ആരെങ്കിലും അറിയാവോ? HIJK എന്ന് പേരുള്ള ഒറ്റ അച്ഛന്റെ പേരെ അറിയോ ശ്യാമിന്? ശ്യാംരാജിന് ABCD എന്ന് പേരുള്ള ഒറ്റ അച്ഛനെ അറിയാവോ ശ്യാമിന്? കേരളത്തിലുണ്ടായിരുന്ന ഏത് ABCD അച്ഛനോ? എനിക്കറിയില്ല. ഹാഷ്മിക്ക് അറിയാമെങ്കിൽ എനിക്കറിയില്ല, അതല്ല പ്രശ്നം. ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല. ABCD EFG എന്ന് അക്ഷരമാല അച്ഛന്മാർ ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല ശ്യാമേ. ആക്ഷേപം ഉന്നയിക്കണമെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും ഉണ്ടോന്ന്. അതിന് ആക്ഷേപം ഉന്നയിക്കണം. നിങ്ങൾ വോട്ടർ ലിസ്റ്റ് നിങ്ങൾ പഠിക്കുന്നില്ലേ? ഒരാൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്രയോ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? ഒന്ന് കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും, പുറത്തിറക്കും. ഞാൻ പറയട്ടെ ഹാഷ്മി, അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ വരുത്താം. ഇല്ലേ, തിരുത്തലുണ്ടെങ്കിൽ വരുത്തിക്കൂടെ? അതിനുശേഷം തിരുത്തി കഴിഞ്ഞിട്ട് അതിന്റെ ഫെയർ പട്ടിക പുറത്തിറക്കത്തില്ലേ? ഇനി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ക്രമ നമ്പർ ഉറക്കെ വിളിച്ചു പറയും. അവിടെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണോ ആ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാ ആളുകളും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ക്രമ നമ്പരും വോട്ടർ പട്ടികയിലുള്ള നിങ്ങളുടെ പേരിന് നേരെ ടിക്ക് ചെയ്യും. ഇങ്ങനെ ഇത്ര ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള സംവിധാനത്തോടെ പോകുന്നല്ലേ? അപ്പോഴൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇനി നോക്കൂ, ഇന്ന് ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്? തൃശ്ശൂരടക്കം തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ട സമയത്ത് പരാതി കൊടുത്തു. ശരി ശ്യാമേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പഴകിയ വാദങ്ങളാണ്. ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടായില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ABCD EFG അച്ഛന്മാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി പറയണ്ടേ ശ്യാമേ? നിങ്ങൾക്ക് പറഞ്ഞു തോന്നുന്നു പറയാനല്ലേ? HIJK LMNO അച്ഛന്മാർ എങ്ങനെ കമ്മീഷൻ ആയിരക്കണക്കിനായി വന്നു എന്ന് മറുപടി പറയണ്ടേ ശ്യാമേ? അതിന് പരാതി കൊടുത്താൽ പറ്റുമോ? അതിന് പരാതി കൊടുക്കേണ്ട ആ സമയത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇത് അവസാനം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ശരി, ആ സമയത്ത് കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിക്കാത്ത ഒരു മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ളവോട്ട് അന്വേഷിക്കുന്ന ഒറ്റ വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത എന്താ? കള്ളം പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടും എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എന്താ? അനുരാഗ് താക്കൂർ വാർത്താസമ്മേളനം നടത്തില്ല, അദ്ദേഹം പറഞ്ഞ എന്താ? മൊത്തം കള്ളവോട്ടാന്നല്ലേ പറഞ്ഞേ? രാഹുൽ ഗാന്ധിയൊക്കെ ഞാനല്ല, അനുരാഗ് താക്കൂർ ആയേ. ശ്യാംരാജെ രാഹുലിനേക്കാൾ രാഹുലാവുന്ന ഞാനല്ല, അനുരാഗ് താക്കൂറാ. ഞാൻ തിരിച്ചു പറയട്ടെ. രാഹുൽ ഗാന്ധി തുടക്കത്തിൽ മുതലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യം അദ്ദേഹം പറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ അസംബ്ലി മണ്ഡലങ്ങളിലെ ലീഡ് പോലും അദ്ദേഹം തെറ്റിയിട്ടില്ല പറഞ്ഞത്. 1 ലക്ഷത്തിലധികം കള്ളവോട്ടെന്ന ആരോപണത്തിന് മുന്നിൽ ഉത്തരവില്ലാതെ നിൽക്കുക ശ്യാംരാജിന്റെ പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനും. മറുപടി രാജ്യത്തിന് വേണ്ടതാണ് ശ്യാമേ. അവിടെ മുതൽ അദ്ദേഹത്തിന് തെറ്റാണെന്ന്. ശരി രാജു പി നായർ, ഇവിടെ ശ്യാംരാജ് അല്ല ഇതൊന്നും മറുപടി പറയേണ്ടത്, ഇലക്ഷൻ കമ്മീഷനാണ്. ശ്യാംരാജിന്റെ പാർട്ടിയുടെ നേതാവ് അനുരാഗ് താക്കൂറും സമാന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വയനാട്, ഡയമണ്ട് ഹാർബർ, റായ്ബറേലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്രയോ ലക്ഷക്കണക്കിന്, അതിൽ വയനാട്ടെ ആരോപണങ്ങൾക്ക് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞെങ്കിലും അത് BJPയുടെ പരാതിയാണല്ലോ. പാവം ശ്യാമരാജ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നിരിക്കുന്നുള്ളത്. അല്ലാതെ HIJK ABCD അച്ഛന്മാരുണ്ടോ ചോദിച്ചാൽ അച്ഛന്മാരില്ല. അതിന് മറുപടി ശ്യാമരാജിന് ഇല്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. 65 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി. ആ വെട്ടിമാറ്റിയ വോട്ടർമാർക്ക് അതറിയാനുള്ള അവകാശമില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പൂഴ്ത്തിവെച്ചത്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അത് പറയേണ്ടി വന്നു, വടിയെടുക്കേണ്ടി വന്നു അത് പ്രസിദ്ധപ്പെടുത്താൻ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാണ്? ശ്രീ രാജു പി നായർ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത്. ഈ ഇലക്ഷൻ കമ്മീഷൻ അർഹിക്കുന്നത് സഹതാപമാണ്, എംപതി. രാജു പി നായർ അല്ല, ശ്യാംകുമാറിന്റെ ഇവിടുത്തെ മറുപടിയിൽ ആർക്കും എന്തെങ്കിലും അത്ഭുതമോ അല്ലെങ്കിൽ ചിരിയോ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മറുപടി ഒന്ന് കേട്ടാൽ മതി. അപ്പോൾ ആ സംശയം മാറിക്കോളും. അദ്ദേഹം സുരേഷ് ഗോപിയുടെ ഇരട്ട വോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 വോട്ടുണ്ടാവുന്നത് കുറ്റമൊന്നുമല്ല, അദ്ദേഹം 1 വോട്ടേ ചെയ്തുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ മാന്യതയാണെന്നാണ് പറഞ്ഞത്. ഇല്ലേ? 2 വോട്ടുണ്ടാവുന്നത് കുറ്റമല്ല, അദ്ദേഹം 1 വോട്ടേ ചെയ്തുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ മാന്യത എന്നാണ് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയിലെ ന്യൂ നോർമൽ ഇതാണ്. മനസ്സിലായില്ലേ? ഒരാൾ 2 വോട്ട് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് അവാർഡ് കൊടുക്കണം, അയാൾ മാന്യനാണെന്ന് നമ്മൾ അംഗീകരിക്കണം. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ശ്യാംകുമാറിൻ്റെ പ്രസ്താവനയൊക്കെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരുടെ അടുത്ത് കേട്ടാൽ മാത്രം മതി. ഇവിടെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം, ഈ രാജ്യത്ത് ഇന്ന് ഇരട്ട നീതിയാണ് നടക്കുന്നത്. ഏറ്റവും വസ്തുതാപരമായി രാഹുൽ ഗാന്ധി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഇവർ കൊടുത്തത് പഠിക്കാൻ കഴിയാത്ത, അത് ഉപേക്ഷിക്കപ്പെടും എന്ന് കരുതി കൊടുത്ത വോട്ടേഴ്സ് ലിസ്റ്റാണ്. അദ്ദേഹത്തോട് മറ്റേ ഈ വിവാഹമോചന കേസിൽ 1 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ 1 രൂപ നാണയത്തൊട്ടുകൾ കൊടുത്തിട്ട് എണ്ണിയെടുത്തോ എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം കൊണ്ടേ കൊടുത്തിട്ട് നീ പുഴുങ്ങി തിന്ന് എന്ന് പറഞ്ഞു കൊടുത്താൽ പുള്ളി അത് പുഴുങ്ങും എന്ന് വിചാരിച്ചില്ല. അങ്ങനെ പുഴുങ്ങി അതിനകത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു.
ആ പറഞ്ഞ ഒരു കാര്യവും ഇന്നുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളമാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇവിടെ ശകുൻ റാണിയുടെ കാര്യം സൂചിപ്പിക്കേണ്ടേ. ശകുൻ റാണിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് 2 വോട്ടുണ്ടെന്നാണ്. അവസാനം പുറത്തു വന്നപ്പോൾ 2 അല്ല 3 വോട്ടുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അവിടെ തെറ്റി, 3 വോട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയുന്നത്? അവർ 1 വോട്ടേ ചെയ്തുള്ളൂ, 2ാമത്തെ വോട്ട് ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത. അത് തെളിയിക്കണമെങ്കിൽ 2 വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടിംഗ് ദിവസത്തെ ദൃശ്യം പുറത്തുവിടണം. CCTV ദൃശ്യം പുറത്തുവിടണം. ആ CCTV ദൃശ്യം പുറത്തു 3 വോട്ടുണ്ട്. CCTV ദൃശ്യം പുറത്തു വിട്ടിട്ട് 2 അല്ല 3. അപ്പൊ CCTV ദൃശ്യം പുറത്തു വിടില്ല എന്നുള്ളതല്ലേ ഇവരുടേത്. അപ്പോൾ കള്ളത്തരമുണ്ട്. കള്ളത്തരം പഠിക്കണമെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. തെളിവ് ഇവിടെ ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നത് ഞങ്ങൾ തരൂല. ഇതല്ലേ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ? വളരെ കൃത്യമായിട്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഒരു ഫോർമുല കൊടുത്താൽ അല്ലെങ്കിൽ ഒരൊറ്റ കോഡ് ക്രിയേറ്റ് ചെയ്താൽ ഈ രാജ്യത്തുള്ള ഇരട്ട വോട്ടുകളെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഫോട്ടോ ഇത് വെച്ചുകൊണ്ട് മാച്ച് മേക്കർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തുള്ള ഒരേ ഫോട്ടോ ഉള്ള എത്ര വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് മുഴുവൻ നിമിഷങ്ങൾ കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വീട്ടുപേരുകൾ അല്ലെങ്കിൽ 0 വീട്ടു നമ്പറുകളായിട്ടുള്ളവർ മുഴുവൻ കണ്ടുപിടിക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ അത് ചെയ്യാത്തത്? പോട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഫെയിൽ ചെയ്തു എന്നുള്ള ഇവരുടെ വാദം തൽക്കാലം അംഗീകരിക്കാൻ വാദത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം ഒരു കള്ളത്തരമില്ലാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു ഏറ്റവും അധികം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണല്ലോ ഇവരാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻസ്. ഇവരുടെ സംവിധാനമാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പം ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ഇവർ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള സംവിധാനത്തെ ഇവർ ശരിയാക്കില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പരാതി ഉന്നയിച്ചാൽ അത് മെഷീൻ റീഡബിൾ ഫോർമാറ്റ് പോലും കൊടുക്കൂല. എനിക്കറിയാൻ പാടില്ല അനുരാഗ് താക്കൂറിന് എങ്ങനെയാണ് 4 ദിവസം കൊണ്ട് 4 നിയോജക മണ്ഡലത്തിലെ ഫോർമാറ്റ് കിട്ടിയത് നമുക്കറിയാൻ പാടില്ല. പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്. എന്നാൽ പോലും ആ ഫോർമാറ്റ് എവിടെ നിന്ന് കിട്ടി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലർക്ക് ഞാൻ പറഞ്ഞു അത് കറക്റ്റ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു അതിപ്പോ ഈ പറയുന്ന മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുത്ത് താക്കൂർ പറഞ്ഞതാണെങ്കിൽ വയനാടിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇല്ല കഥ പറയുമോ? അതൊരു ഏകദേശം ഒരു ഐഡിയ നോക്കി ആകാശത്തേക്ക് വെടിവെച്ചതല്ലേ? അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ആരോപണം പറയരുത്. ഹാഷ്മി 3 മൈമുനമാരുണ്ടെന്നും ചൗണ്ടേരി എന്ന് പറയുന്നിടത്ത് ഇത്ര വോട്ടുകൾ ഉണ്ടെന്നും കാണണമെങ്കിൽ ഡാറ്റ ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. 3 മൈമുനമാരുള്ളത് 3 പേരാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് പിന്നീടാണ്. ഈ 3 മൈമുനമാരുണ്ടെന്നും ചൗണ്ടേരിയിൽ ഇത്ര വോട്ടുകൾ ഉണ്ടെന്നും പറയാൻ ഡാറ്റ വേണമല്ലോ. ആ ഡാറ്റ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും ലഭിക്കാത്ത ഡാറ്റ അനുരാഗ് താക്കൂറിന് എങ്ങനെ കിട്ടി? അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ തന്നെ കേസ് തോൽക്കത്തക്ക രീതിയിൽ ഒരു ഡാറ്റ അനുരാഗ് താക്കൂറിന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അനുരാഗ് താക്കൂർ കള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഇനി കള്ളമാണെന്നോ എല്ലാം അറിയിക്കട്ടെ. ശ്യാംകുമാറിനോടൊരു ചോദ്യം. അനുരാഗ് താക്കൂർ പത്രസമ്മേളനം നടത്തി അങ്ങർക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം കുറെ കാര്യങ്ങൾ അതിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതും അംഗീകരിക്കുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് തന്നെയല്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് അനുരാഗ് താക്കൂർ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ രാജ്യത്തുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്തരത്തിൽ ക്രമക്കേടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ അംഗീകരിച്ചല്ലോ. ഇനി BJP ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ തയ്യാറാണോ? അതോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കാനുള്ള പദ്ധതി മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ? ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യം. കള്ളത്തരം വിളിച്ചു പറഞ്ഞു. മൈമുനമാർക്ക് 3 പേർക്ക് യഥാർത്ഥ മൈമുനമാരുള്ളത് കള്ളൻ വോട്ടർമാരാണെന്ന് പറഞ്ഞു. ആ ചൗണ്ടേരി കുന്നിലുള്ളതെല്ലാം ഒരു വീട്ടിൽ ചേർത്തിരിക്കുന്ന അനധികൃതമായിട്ടുള്ള വോട്ടുകളാന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത അനുരാഗ് താക്കൂറിനെതിരെ അഫിഡവിറ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണോ? ഈ 2 കാര്യവും തീരുമാനിച്ചാൽ മാത്രം മതി. ജ്ഞാനേഷ് കുമാർ നമ്മുടെ നികുതി പണം കൊടുത്ത് AC-യും ലൈറ്റ് ഇട്ടിരിക്കുന്ന ആ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് BJPയുടെ ഓഫീസിൽ പോയി ക്ലർക്കിന്റെ പണിയെടുക്കണം. മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വേണ്ട തൂക്കാൻ കൂടി ഏൽപ്പിച്ചു അവിടുത്തെ. മനസ്സിലായില്ലേ? BJPയുടെ B ടീമായി മാറിയിരിക്കുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ച് BJPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് മാറിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വ്യാജ വോട്ടുകളുടെ പ്രധാനമന്ത്രി ആയാളാണ്. ഞങ്ങൾ ചോദിച്ചല്ലോ, വാരണാസിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നാൽ നരേന്ദ്രമോദി ജയിച്ചിട്ടില്ല എന്ന് തെളിയിക്കാം എന്ന് പറഞ്ഞല്ലോ കോൺഗ്രസ്, ഇല്ലേ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ, താൻ ജയിച്ചത് കള്ളവോട്ടിലൂടെ അല്ല എന്ന് 100% വിശ്വാസമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് കൊടുക്ക്.
ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള പ്രധാനമന്ത്രിയും അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലും അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ യഥാർത്ഥ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. നിങ്ങൾ ആ വോട്ടർ ലിസ്റ്റ് കൊടുക്കാൻ പക്ഷേ അപ്പം അല്ലല്ലേ ഞാൻ പറഞ്ഞ വാരണാസിയിലെ അമ്മമാരും പെങ്ങന്മാരും അങ്ങനെയാണെങ്കിൽ വാരണാസിയിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഈ പറയുന്ന പ്രൈവസി പ്രശ്നം ഉണ്ടല്ലോ, CCTV കൊടുത്തു, അങ്ങനെ പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ എത്താൻ രാജു നായർ. പക്ഷേ ജോൺ ബ്രിട്ടാസ് ഇവിടെ പ്രശ്നം ഇതാണ്. ജ്ഞാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വായിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ജ്ഞാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കുറച്ച് നാളുകളായിട്ട് വായിക്കുന്നത് മനുസ്മൃതിയാണ്. അപ്പൊ മനുസ്മൃതിയിലെ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ എന്തോ ഇതൊക്കെയായിട്ട് മാറ്റിക്കൊണ്ട് ഇവര് അത്തരത്തിലുള്ള ന്യായീകരണം പോലും നാണമില്ലാതെ പുറത്തെടുക്കും. ശരി, അല്ല തമാശയല്ല എന്ന് പറഞ്ഞാൽ അതിന് 45 ദിവസം മുമ്പ് 45 ദിവസം കഴിഞ്ഞ് കൊടുക്കുമ്പോഴാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തോളാം. 45 ദിവസം മുമ്പ് കൊടുത്താൽ അപ്പോൾ ഈ പറയുന്ന പ്രൈവസി പ്രശ്നം ഉണ്ടാവത്തില്ലേ എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ജോൺ ബ്രിട്ടാസ് ഇവിടെ നമ്മൾ ചിരിക്കേണ്ട കാര്യമല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ABCD HIJK എല്ലാം ഞാനും പോയ ദിവസങ്ങളിൽ ട്രോളാക്കുന്നുണ്ട്. ഏതോ ഒരു ട്രോൾ കണ്ടായിരുന്നു, 00 എന്താണ് വീടുള്ളവർ വീടില്ലാത്തവരാണെന്ന് പറഞ്ഞ ജ്ഞാനേഷ് കുമാർ ഇത്തരത്തിൽ HIJK ഒന്നുകൂടി കടത്തി വെച്ചിട്ടുള്ള അച്ഛന്മാരില്ലാത്തവരാണ് എന്ന് പറഞ്ഞേനെ എന്നൊക്കെ ട്രോള് പോട്ടെ, തമാശ അവിടെ നിൽക്കട്ടെ. ഇവിടെ ബീഹാറിലെ SIR കഴിഞ്ഞ SIR അതിന് അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. വോട്ടർ പട്ടികയിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കണ്ടെത്തി 80,000 കള്ളവോട്ടാണ്. അവിടെ മൊത്തമല്ല, പിപ്ര, ബാഗ, മോട്ടിഹരി എന്ന് പറഞ്ഞാൽ 3 മണ്ഡലത്തിൽ മാത്രം ഒറ്റ വീട് 20, 500, 550, 300, 400, 450 വോട്ടർമാർ കിടക്കുകയാണ്. ഏത് ഈ പറഞ്ഞ തീവ്ര ഇന്റൻസീവ് പരിഷ്കരണം നടക്കുന്ന ബീഹാറിലെ കാര്യമാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് ഇതെങ്ങനെയാണെന്ന് നേരെയാക്കിയെടുക്കൽ BJPയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഈ രാജ്യത്തൊരു ഉത്തരവാദിത്വമാണ്. കാര്യം ഈ രാജ്യത്തിന്റെ അടിസ്ഥാനശീല തകരുകയാണ് ജോൺ ബ്രിട്ടാസ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ജ്ഞാനേഷ് കുമാർ BLO എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. BLO എന്ന് പറയുന്നത് ബീഹാറിൽ 80,000-ലേറെ പേരുണ്ട്. അവർ സർക്കാർ ജീവനക്കാർ പോലും ആകണമെന്നില്ല. അംഗനവാടി ജോലി ചെയ്യുന്ന ഒരാളെ പോലും BLO ആക്കിയിട്ടുണ്ട്. 2 ജില്ലകളിൽ മാത്രം, ഞങ്ങൾ 2 ജില്ലകളുടെ വിവരം ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് ഞങ്ങൾ അപഗ്രഥിച്ചപ്പോൾ ഒരു 12% എനുമറേഷൻ ഫോംസ് ഈ BLOമാർ ഏകപക്ഷീയമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതായത് അവർ ശുപാർശ ചെയ്യേണ്ടതില്ലെങ്കിൽ തീരുമാനിച്ചു. ആ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 80 ലക്ഷം പേരുടെയെങ്കിലും എനുമറേഷൻ ഫോം റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും അപഹാസ്യമാകുന്നൊരു കാര്യം. ഒരുപക്ഷെ ജ്ഞാനേഷ് കുമാർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കളവാണെങ്കിൽ പോലും അദ്ദേഹം ചില വസ്തുത ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊന്ന് ഹാഷ്മി അതിൻ്റെ ഹിന്ദി പരിഭാഷ വായിച്ചു. അതായത് ഈ സീറോ വരുന്നതിൻ്റെ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്ത്യയിൽ വീടില്ല, അവർ തെരുവിൽ കിടന്നിറക്കുന്നു, പാലത്തിൻ്റെ അടി കിടന്നിറക്കുന്നു. ഇതിങ്ങ നരേന്ദ്രമോദിക്ക് അടിവരിടാൻ പറ്റുമോ? അദ്ദേഹം എല്ലാവർക്കും വീട് കൊടുത്തു, ഇവിടെ തേനും പാലും ഒഴുക്കിയെന്നല്ലേ പറയുക. ലക്ഷക്കണക്കിന് ആൾക്കാർ അനാഥരാണ് ഈ രാജ്യത്ത്. അതുകൊണ്ടാണ് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ ABCD വരുന്നത്. അപ്പോൾ ഈ ഒരുപാട് കളവുകളുടെ ഇടയ്ക്ക് അദ്ദേഹം അവിടുന്ന് തടിതപ്പാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും അത് എത്രത്തോളം വലിയ മാരകമായ പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കള്ളം പിടിച്ചു കഴിയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന പലതും ഇവരെ അപകടത്തിലാക്കും. ഞാൻ ഒറ്റ കാര്യം പറയാം ഹാഷ്മി, ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളും പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന പൗരന്മാരുടെ ദൃശ്യങ്ങൾ എടുക്കാറുണ്ട്. നിങ്ങൾ എടുക്കാറുണ്ടല്ലോ, ആരും എടുക്കാതിരിക്കുന്നില്ല. എന്താ പ്രതിപക്ഷം പറഞ്ഞത്? അതായത് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലുള്ള വരുന്നവരുടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് തരണം. എന്താ കാരണം? മഹാരാഷ്ട്രയിലെ 7% ആൾക്കാർ അവസാനത്തെ മണിക്കൂറിലാണ് വോട്ട് ചെയ്യുന്നത്, അതായത് വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ കണക്കും പിന്നീട് പുറത്തുവിട്ട കണക്കും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് അതിന് നിജസ്ഥിതി അറിയാൻ വേണ്ടി എന്താണ് ജ്ഞാനേഷ് കുമാർ പറയുന്നത്? ഈ അമ്മ പെങ്ങന്മാരുടെ സ്വകാര്യത, നിങ്ങൾ അവര് അമ്മ പെങ്ങന്മാർ പുറത്തു നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾ അത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? അതെ, അതാണ്. അപ്പൊ ഈ അമ്മ പെങ്ങന്മാരുടെ സ്വകാര്യത ജ്ഞാനേഷ് കുമാറിന് കാണാവോ? അപ്പൊ അദ്ദേഹത്തിന് കാണുന്നതിന് കുഴപ്പമില്ലേ? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിമുടി വ്യാജമായിരുന്നു വോട്ടർ പട്ടിക, അടിമുടി വ്യാജമായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് SIRമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയത്. ജ്ഞാനേഷ് കുമാറെ,
അങ്ങനെയാണെങ്കിൽ 2024 മോഡി ജയിച്ചത് വ്യാജ വോട്ടർ പട്ടിക വെച്ചിട്ടല്ലേ? ആ തെരഞ്ഞെടുപ്പ് സാധുവാണോ? അത് അസ്ഥിരപ്പെടുത്തണ്ടേ? അത് അദ്ദേഹം പറയണ്ടേ? അപ്പം മോഡിയുടെ ജയത്തെ പോലും അദ്ദേഹം സംശയത്തിൻ്റെ മുനയിൽ നിർത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം കളവ് പറഞ്ഞെന്ന് പറയാൻ കാരണം, നിങ്ങൾ 2018 അദ്ദേഹം റെഫർ ചെയ്ത ആ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. 2018 ഒക്ടോബർ 12 AK സിക്രിയുടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡേറ്റ കൊടുക്കരുതെന്ന്. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷനുള്ള ആ കേസിൽ പറഞ്ഞെന്താണ്? നമുക്കിപ്പോൾ ആ മേഖലയിലേക്ക് പ്രവേശിക്കേണ്ടതില്ല, ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ടു ഗോ ഇൻ ടു ദാറ്റ്, അല്ലാതെ നിരോധിച്ചിട്ടില്ല. ഇനി അദ്ദേഹം പറയുകയാണ് ഈ ഡേറ്റ കൊടുത്ത പ്രശ്നം. ജ്ഞാനേഷ് കുമാറിനോട് ഞങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സൈറ്റിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു പെൻ ഡ്രൈവിൽ താട്ട്. അപ്പോൾ സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആർക്കൊക്കെയാണ് വേണ്ടെങ്കിൽ പൈസ കൊടുത്താൽ അത് അദ്ദേഹം സൗജന്യമായിട്ട് തരേണ്ട കാര്യം. ഒരു പെൻ ഡ്രൈവിലേക്ക് താട്ട്, ഞങ്ങൾ വായിക്കട്ടെ, മെഷീൻ റീഡബിൾ ആകട്ടെ. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പച്ചക്കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഹാഷ്മി, കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയായിരിക്കും, കേവലം 2% താഴെ വോട്ടിനാണ് ആപ്പ് തോറ്റത്. നിങ്ങൾ നോക്കിക്കോളൂ, ഡൽഹിയിലെ കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ പോലും 25-50 വോട്ടുകൾ ഇവർ ചേർത്തു. എത്ര വോട്ടുകളാണ് ഇവർ ചേർത്തതെന്നറിയോ? ഇവിടെ നിന്ന് ഹരിയാനയിൽ നിന്നും, അതിർത്തി സംസ്ഥാനമായ UP-യിൽ നിന്നും, അതുപോലെ രാജസ്ഥാനിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവരെന്ത് ചെയ്തു? വോട്ട് കൊണ്ട് ചേർത്തിട്ട് അട്ടിമറിച്ചു. പ്രകടമായ അട്ടിമറി. ഇപ്പം തൃശ്ശൂർ നടന്നല്ലോ. അതായത് അവർക്ക് വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിലുള്ള കുറേ ആൾക്കാരെ 19,000 പേരെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നാളെ കേരളത്തിലൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് CPM-ന് സാധ്യതയില്ലാത്ത മലപ്പുറത്തെ ഒരു 6-7 മണ്ഡലങ്ങളിലെ ആൾക്കാരെ ഞങ്ങൾക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടില്ലേ? കേരളത്തിൽ 140 അസംബ്ലി സീറ്റുകളിൽ ഒരു 71 കിട്ടിയ ഞങ്ങൾ ജയിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അവരെല്ലാം കൂടെ ഈ 71-ലോ 80-ലോ കൊണ്ടെങ്കിൽ ഉൾപ്പെടുത്തിയാൽ പോരെ. എന്തു വലിയ ആഭാസമാണ്, അസംബന്ധമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് സത്യവാങ്മൂലം വേണം. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയണ്ടേ? നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോവാ, ആരുടെയെങ്കിലും പക്കൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നല്ലേ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാപനം പറയേണ്ടത്, ഒരു ഭരണഘടനാ സ്ഥാപനം പറയേണ്ടത്? അതിന് പകരം ഞങ്ങളുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയാണോ ശ്രമിക്കേണ്ടത്? അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും. ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, ഇവിടെ കുറച്ചു മുമ്പ് ഈ ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. ഏത് സത്യവാങ്മൂലം രാഹുൽ ഗാന്ധി കൊടുത്തിട്ടാണ് ഇവർ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചത്? അപ്പോൾ ഇവർക്ക് ചില സമയത്ത് സെലക്റ്റീവായി അന്വേഷിക്കാം. ആരോടാണ് ചോദിക്കുന്നത്? ശകുൻ റാണിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ചോദിക്കുക, നിങ്ങൾ 2 വോട്ട് ചെയ്തോന്ന്. ഏതെങ്കിലും ഒരാൾ പറയുമോ ഞാൻ 2 വോട്ട് ചെയ്തെന്ന്? അത് ഉടനെ പറയാം, ശകുൻ റാണി പറഞ്ഞു ഞാൻ 2 വോട്ട് ചെയ്തിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ കള്ളം പൊളിഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറേണ്ടത്? അങ്ങനെയാണോ ഇവിടെ പോകേണ്ടത്? ഇനി വേറൊന്നും കൂടി ഞാൻ പറയാം. അതായത് ഇവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്. എന്തുകൊണ്ടാണ് തിരക്ക് പിടിച്ചിട്ട് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം കേന്ദ്ര സർക്കാരിനെ മാത്രം കുത്തയാക്കി മാറ്റാൻ കാരണം എന്താറിയോ? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാപനവുമായി ആയാൽ തങ്ങളുടെ പദ്ധതി പൊളിയുമെന്ന് BJPക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഒരു ഗ്രാൻഡ് ഡിസൈൻ ആണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ എം.ആർ. അഭിലാഷ്, ഇവിടെ ഗുരുതരമായ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ക്രെഡിബിലിറ്റി ക്രൈസിസ് നേരിടുന്നു എന്നാൽ താങ്കൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ആധാരശിരയ്ക്ക് ഇളക്കമുണ്ടാവുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. നോക്കൂ ശ്രീ എം.ആർ. അഭിലാഷ്, 65 ലക്ഷം, ശരി, അവിടെ ഈ പറഞ്ഞ പരിഷ്കരണം, ശുദ്ധീകരണം, നല്ല കാര്യം. 65 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി, നല്ല കാര്യം. പക്ഷേ വെട്ടിമാറ്റി 65 ലക്ഷം ഈ വോട്ടർമാർക്ക് എന്തുകൊണ്ട് ഞങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു എന്നറിയാനുള്ള 100% അവകാശം ഈ രാജ്യത്തുണ്ട്. എന്താണ് ഞങ്ങൾ ചെയ്ത പിഴവ്? അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ സുപ്രീം കോടതിയിൽ നടത്തിയ ട്രപ്പീസുകൾ എത്ര കണ്ടതാണെന്ന് നമ്മൾ. എന്തൊക്കെ ബാലിശവാദങ്ങൾ അവിടെ ഇന്ന് പറഞ്ഞാൽ ഈ പറയുന്ന CCTV ചോദിച്ചാൽ അമ്മയുടെയും പെങ്ങളുടെയും പ്രൈവസി എന്ന് പറയുന്നതിനേക്കാൾ ബാലിശമായ വാദങ്ങൾ സുപ്രീം കോടതിയിൽ നമ്മൾ കേട്ടു. സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു, പുറത്തുവിടുന്ന് പറയേണ്ടി വന്നു, പുറത്തുവിടേണ്ടി വരുന്ന വരികയാണ്. ഈ ക്രെഡിബിലിറ്റി ക്രൈസിസ് രാഷ്ട്രീയ ഭേദമന്യേ അഡ്രസ്സ് ചെയ്യണ്ടേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ താല്പര്യം ഓക്കെ, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യം ഓക്കെ. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരൊറ്റ പൗരൻ വിചാരിക്കുകയാണ് ഈ ജനാധിപത്യമൊക്കെ കോമഡിയാണ്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് പാതകമായി പോകില്ല ശ്രീ എം.ആർ. അഭിലാഷ്? ശ്രീ ഹാഷ്മി, സുപ്രീം കോടതിയിൽ പോയി ഒരു വലിയ വ്യവഹാരത്തിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയേണ്ടി വരികയും അല്ലെങ്കിൽ അവരുടെ നടപടിക്രമം മാറ്റേണ്ടി വരികയും ചെയ്യുന്നത്
തീർത്തും എന്താ നമുക്ക് നിർഭാഗ്യകരമെന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ പറയുന്നത് പോലത്തെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്നവരെ കേൾക്കാനും അവർ ഒഴിവാക്കപ്പെട്ടു എന്ന് അറിയുവാനും ഒക്കെയുള്ള ഒരു അവകാശമുണ്ട്. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള പ്രക്രിയ ആയിരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നടപടിയിലെ പാളിച്ചകൾ സുപ്രീം കോടതി കണ്ടെത്തുകയും ഇങ്ങനെ നിർദ്ദേശം കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞാൽ തീർത്തും ദൗർഭാഗ്യകരം തന്നെയാണ്. പിന്നെ കോടതിയുടെ ഇടപെടലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷിക്കാം. പിന്നെ നേരത്തെ ഇവിടെ 2023 നിയമത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായല്ലോ, 16-ാം വകുപ്പ് പ്രകാരം ഇലക്ഷൻ കമ്മീഷണർമാർക്കെതിരെ കേസ് സിവിലോ ക്രിമിനലോ ആയി എടുക്കാൻ കഴിയില്ല എന്ന്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ കൊസൈ ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരം വിനിയോഗിക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയാം. പക്ഷേ അപ്പൊ അവിടെയും മനസ്സിലാക്കേണ്ടത് 1985 ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ടിൽ സമാനമായി ന്യായാധിപർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടൊരു പ്രൊവിഷൻ ഉണ്ട്. അതിന് രണ്ടാമത്തെ ഒരു ഉപവകുപ്പുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നിയമപരമായ ഇടപെടൽ നടത്തി അവർക്കെതിരെ സിവിലും ക്രിമിനലുമായിട്ടുള്ള നടപടികൾക്ക് നിർദ്ദേശം കൊടുക്കാമെന്ന്. എന്നാൽ 2023 കേന്ദ്ര നിയമത്തിൽ വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടത് മാറ്റപ്പെട്ടു? ന്യായാധിപർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ അതേപടി സെക്ഷൻ 16 വഴി കൊണ്ടുവരുമ്പോൾ സെക്ഷൻ 3 കൊടുത്തിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പ്രത്യേക അധികാരം എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കാൻ മടിച്ചു? അപ്പൊ വളരെ ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു നിയമനിർമ്മാണ പ്രക്രിയ തന്നെയാണ്. പിന്നെ യോഗേന്ദ്ര യാദവ് 1977 മുതൽ ഇന്ത്യയുടെ ഇലക്ഷൻസ് പഠിക്കുന്ന, ഇലക്ഷൻസിന്റെ പാവനത ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇത്രയും നാളായിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് നേരെ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നിർബന്ധിതനായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ എപ്പൊളിറ്റിക്കലായിട്ട് അക്കാഡമിക് ആയിട്ട് ഇലക്ഷൻസിനെ സമീപിച്ച് ഇലക്ഷനെ കുറിച്ച് പഠിക്കുന്നത് ജീവിതവ്രതമാക്കിയ ആൾക്കാർ വരെയും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയാതെ പോകുന്നത് തീർത്തും ഒരു ജനാധിപത്യത്തിൽ ദൗർഭാഗ്യകരമാണ്. പിന്നെ ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യുവാനുള്ള നടപടിയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതൊക്കെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് വർത്തിക്കും. ശ്രീ ഹാഷ്മി, ജനാധിപത്യത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ഉയരുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ ക്രെഡിബിലിറ്റി റെസ്റ്റോർ ചെയ്യുവാനുള്ള നടപടിയിലേക്ക് നീങ്ങുവാൻ ഒരു പരിധിവരെ ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധിതമാവും. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ശക്തിയും പ്രതികരണവും ഒക്കെ തന്നെയാണ്. ഐ ഡു സീരിയസ്ലി ഡൗട്ട് സർ. എന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ക്രെഡിബിലിറ്റി റീസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കമ്മീഷൻ ഈ പറഞ്ഞ 1 ലക്ഷം കള്ളവോട്ടിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തും, അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് നടപടി ഉണ്ടാകും ഒരൊറ്റ സെന്റൻസ് പറയണ്ടേ സർ? ഒരൊറ്റ പറഞ്ഞില്ല. ഷോർട്ട് ടേം അല്ല ശ്രീ ഹാഷ്മി ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള നടപടി ഇമ്പാക്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ശ്രീ ശ്യാംരാജ്, ഇപ്പൊ താങ്കളോട് പിണങ്ങരുത്, ഞാൻ താങ്കളെ കളിയാക്കുന്നതല്ല. ഇതിന് താങ്കൾക്ക് മറുപടിയില്ല, ഇതിൽ ആർക്കും മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷൻ പോലും മറുപടിയില്ല. ഇപ്പൊ HIJ അക്ഷരമാല അച്ഛന്മാർ എങ്ങനെയാണ് ആയിരക്കണക്കിന് വോട്ടർ പട്ടികയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കാണ് മറുപടി? തെറ്റാണത്, അത് പിഴവാണത്. ഇപ്പൊ പൂജ്യം വട്ടപൂജ്യം എന്ന പേര് ഈ പറഞ്ഞ ഇമോഷണൽ ഡ്രാമ കാണിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ഇവിടെ രാജു പിന്നാ ചോദിക്കുന്നു, അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഇതേ വോട്ട് ചോരിയല്ലേ? അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനം നടത്തി റായ്ബറേലിയിൽ, ഈ പറഞ്ഞ ഡയമണ്ട് ഹാർബറിൽ, ഈ പറയുന്ന വയനാടൊക്കെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കള്ളവോട്ടുണ്ടായി, ഒരു വീട്ടിൽ എത്രയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചൗണ്ടേരിക്കുന്ന ഒരു സ്ഥലത്ത് ഹിന്ദു മുസ്ലിം എങ്ങനെ താമസിക്കും? അത് താക്കൂർ സാറിന് മനസ്സിലാവും, കേരളക്കാർ മനസ്സിലാവും എന്നടക്കമുള്ള ചോദ്യങ്ങൾ പാളിപ്പോയെങ്കിലും BJPയുടെ സംശയമല്ലേ ആ സംശയം? ആ സംശയം ദൂരീകരിക്കുമെന്നെങ്കിലും പറയണ്ടേ ഇലക്ഷൻ കമ്മീഷൻ? ശ്രീ ശ്യാംരാജ്. ഹാഷ്മി, ഇതിനകത്തെ പ്രശ്നം എന്താ പറയുക, ഒന്ന്, ഒരു വശത്ത് ഈ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള കടന്നുകൂടലുകളൊക്കെ ഉണ്ടാവാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് SIR പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിനെയും ഏത് വിധേന നിങ്ങളെല്ലാ ആൾക്കാർ എതിർക്കലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു പോയിന്റാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് മുഴുവൻ കാണണം. ഇലക്ഷൻ പ്രോസസ്സിൽ ആരുടെയെങ്കിലും പേര് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇരട്ട പേര് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താം എന്നതിനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം നോക്കൂ, ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റിലും അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥരൊന്നും ഉള്ളൊരു സംവിധാനമല്ലെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഇന്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ഇന്നാട്ടിലെ ഓരോ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നിട്ടാണ് ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തന്നെയുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ പ്രോസസ് മുഴുവൻ തെറ്റാണ്.
ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്നൊരു ധ്വനി ജനിപ്പിക്കണം. അത് നോക്കൂ, ഈ ഒരു ചർച്ചയിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ചർച്ചകളിലും ഇത്തരത്തിലുള്ളൊരു പോക്കാണ്, ഇത്തരത്തിലുള്ളൊരു ആശയമായിട്ടാണ് പോകുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്നത്, ആ കേരളത്തിൽ തന്നെ നോക്കും. ഞാനൊരു വാർത്ത നിങ്ങളോട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വെച്ചിട്ട് CPM-ന്റെ ബൂത്ത് ഏജന്റ് അടക്കമുള്ള 5 പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തല്ലോ. എന്തിന്? വീട്ടിൽ ചെന്നിട്ട് കള്ളവോട്ട് ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അതാത് സമയങ്ങളിൽ പരാതി കൊടുക്കാൻ വേണ്ടി സമ്മതിക്കണതേ. ഇവിടെ ഇരട്ട വോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്തിന്? രമേശ് ചെന്നിത്തലയ്ക്ക് ഇരട്ട വോട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന് ചെന്നിത്തലയിൽ ഒരു വോട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇവിടെ ആലപ്പുഴ മറ്റു സ്ഥലത്ത് ഒരു വോട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതാണ്, നിലവിലെ വോട്ടർ പട്ടികയിലുള്ളതാണ്. ഇനി എൽദോസ് കുന്നപ്പള്ളി എടുക്കും, ഇവരുടെ പെരുമ്പാവൂർ MLA ആണ്, അദ്ദേഹത്തിന് 2 വോട്ട്, പെരുമ്പാവൂർ മൂവാറ്റുപുഴയിലും അദ്ദേഹത്തിന് 2 വോട്ട്, അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് 3 വോട്ടുണ്ടെന്ന് നിങ്ങളൊക്കെ ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തണമെങ്കിൽ തിരുത്താം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ല, ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. ഇതാ ആദ്യം ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? EVM ആയിരുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്തായിരുന്നു? വോട്ടർ പട്ടികയാണ്. ഇനി അത് ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് വരും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 2 ആണ്. ഒന്ന്, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും 19 ഈ ഇലക്ഷനുകൾ നിരന്തരം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വസ്തുതകൾ വേണം, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണം. അതിനു വേണ്ടിയിട്ടും അതോടൊപ്പം ഈ രാജ്യത്തെ ഇലക്ഷൻ, നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും വേണ്ടി കൊണ്ടുവരുന്ന ചില നാടകങ്ങൾ മാത്രമാണിത്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ നാടകം ഉണ്ടല്ലോ, ആ നാടകം കാണിക്കുന്ന ഇവരാണെന്ന്. ഞാനൊരു നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലോജിക്കൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുക്കാത്തത്? ഇതിന് മുമ്പത്തെ ഇവരുടെ ആരോപണങ്ങൾ പോലെയല്ലോ. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? ആദ്യം പറഞ്ഞു അനുരാഗ് താക്കൂർ എന്താണ് രേഖാമൂലം പരാതി കൊടുക്കാത്തത്? ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിക്കാണല്ലോ പരാതി. രാഹുൽ ഗാന്ധി അനുരാഗ് താക്കൂർ പരാതി ഇല്ലേ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ അനുരാഗ് താക്കൂറിന് ഈ പറഞ്ഞ റായ്ബറേലിയിലെയും വയനാട്ടിലെയും ലക്ഷക്കണക്കിന് കള്ളവോട്ടിൽ BJPക്ക് പരാതിയില്ലേ? ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു തീർക്കട്ടെന്ന്. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ എന്താ പറഞ്ഞു? ആദ്യം 43 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ അതത്ര 53 ലക്ഷമായി, പിന്നെ 70. ഇപ്പൊ അവസാനം ഇവരുടെ റിപ്പോർട്ട് എത്ര, ഇവരുടെ വാദം എത്രയാണ്? 1 കോടിയോളം വരുന്ന ആളുകളെ പുതിയതായിട്ട് ചേർക്കപ്പെട്ടു. അതുമായിട്ട് ഹൈക്കോടതിയിലോട്ട് ചെന്നു, മുംബൈ ഹൈക്കോടതിയിലോട്ട്. അവർ പറഞ്ഞു ഞങ്ങളുടെ സമയം മെനക്കെടാതെ പോകാൻ പറഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തോൽവികൾക്ക് മേലെ തോൽവികൾ വരുന്ന സമയത്ത് അതിനെ മൂടാൻ വേണ്ടി എന്തെങ്കിലും ന്യായീകരണം പറയണം. അതല്ലാതെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് രേഖാമൂലം എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന്. അല്ല, ഞാൻ പറഞ്ഞു അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? ശ്യാം, വിഷയം ആദ്യം ഉന്നയിച്ചതാരാ? അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? ആദ്യം ഉന്നയിച്ചതാരാ? അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? ഹാഷ്മി, ഇപ്പോൾ റാലി നടത്തുന്നാരാ? ഈ വിഷയം ആദ്യം ഉന്നയിച്ചതാരാ? രാഹുൽ ഗാന്ധി. പരാതി കൊടുക്കട്ടെന്ന്. ഇല്ല, അവർക്ക് കാരണമുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ അലിയാണ് എന്നാണ് അവരുടെ ആരോപണം. അതാണ് പ്രശ്നം. അല്ല ശ്യാംരാജെ, ഈ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ കൂട്ടുകക്ഷിയാണ്, റഫറി അല്ല. BJP പക്ഷത്ത് കളിക്കുന്ന കളിക്കാരനാണ് ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രീയ ആരോപണമാണ്. അനുരാഗ് താക്കൂറിന് ആരോപണമില്ലല്ലോ. അനുരാഗ് താക്കൂറിന് ആരോപണമുണ്ടോ? അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? താക്കൂറിന് പരാതിയുണ്ടോ? താക്കൂറിന് പരാതിയുണ്ടോ ശ്യാം? താക്കൂറിന് പരാതിയുണ്ടോ ശ്യാം? എന്റെ ഹാഷ്മി, ഔട്ടായെങ്കിൽ ഔട്ടാവണമെന്ന്, ടൂർണമെന്റ് തോറ്റാ തോക്കണമെന്ന്. അത് മനസ്സിലായി. അമ്പയറിന്റെ ജോലിയെന്ന് പറയരുത്. കള്ളവോട്ടിൽ താക്കൂറിന് പരാതിയുണ്ടോ ശ്യാംരാജ്? കള്ളവോട്ടിൽ അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? ആദ്യത്തെ പരാതി ആരുടെയാണ്? കള്ളവോട്ടിൽ അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടെന്ന് ചോദ്യം. യാത്ര നടത്തുന്ന ആരാണ്? ഇന്ന് ബീഹാറിൽ യാത്ര തുടങ്ങിയതാരാണ്? രാഹുൽ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ ശ്യാംരാജ്? അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ? അങ്ങനെ മറുപടി പറയാമോ? ഞാൻ നേർക്കുനേർ ചോദിക്കാം, അങ്ങനെ മറുപടി ഉണ്ടോ? അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ? രാജ്യം മുഴുവൻ ഞാൻ തിരിച്ചു വെക്കണം. ആദ്യം ഈ വിഷയം ഉന്നയിച്ചതാരാ? അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ? ആദ്യം ഈ വിഷയം ഉന്നയിച്ചതാരാണ്? അനുരാഗ് താക്കൂർ പച്ചക്കള്ളം പറഞ്ഞതല്ലെങ്കിൽ താക്കൂറിന് പരാതിയുണ്ടോ? മാധ്യമങ്ങൾ മുഴുവൻ, നിങ്ങൾ ഹാഷ്മി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ കരഞ്ഞോണ്ടേയിരിക്കല്ലേ? ശ്യാംരാജ്, പരാതി കൊടുക്കാത്ത ആരാ ഇപ്പൊ കരയുന്നത് മനസ്സിലാവുന്നുണ്ട് നാട്ടുകാർക്ക്. അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? പ്രൂഫൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ നിൽക്കട്ടെ. അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? വയനാട്ടിൽ ലക്ഷക്കണക്കിന് കള്ളവോട്ട് ആരോപിച്ച അനുരാഗ് താക്കൂറിന് പരാതിയുണ്ടോ? ബാംഗ്ലൂർ ശരി, അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കുക എന്നോട്. അങ്ങനെ മറുപടി പറയാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെ മറുപടി പറഞ്ഞാൽ പാർട്ടി പുറത്താവും. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം വിട്ടു. രാജു, പിന്നെ പകൽ പോലെ വ്യക്തമാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയൊക്കെ ഈ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പ്രൈവസിയെ പറ്റിയും ഈ പറയുന്ന ഫുൾ കെ കിനാരെ, സടക്കെ കിനാരെ ഉറങ്ങുന്നവരെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നത് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഈ പോരാട്ടം ആ മറുപടിയില്ലായ്മയിൽ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതും പ്രസക്തമാണ്. രാജു പി നായർ. ഹാഷ്മി, അതിനു മുമ്പായിട്ട് നമ്മൾ ജനങ്ങൾ മനസ്സിലാവേണ്ട ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു ക്രോണോളജി മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ അധികാരങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുന്ന രീതിയിലുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 2023 ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആ സമയത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നത്.
അങ്ങനെ 2 ഗവൺമെന്റ് പ്രതിനിധികൾ, അത് അമിത്ഷായും നരേന്ദ്രമോദിയാണ്, പ്രതിപക്ഷ നേതാവും കൂടി മാത്രമുള്ള ഒരു പാനലിലേക്ക് ബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരു ഇതിലേക്ക് മാറി. ജ്ഞാനേഷ് കുമാർ വരുന്നു. അതിനുശേഷം ഇവരുടെ എന്താ പറയുക, ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇവരെ നിയമനിർമ്മാണം നടത്തി പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കണം എന്ന് പറയുന്നു. എന്താ കാരണം? ഹരിയാന കോടതിയിൽ 3 വർഷം ആ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കണം, തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് വന്നു. അപ്പോൾ അത് നശിപ്പിച്ചു. അങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയായിരുന്നു. അതിനകത്ത് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് മാത്രമല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളുള്ള പൊരുത്തക്കേട് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ BJPക്ക് വേണ്ടി അട്ടിമറിച്ചതാണ്. അതാണ് ഇത്തരത്തിൽ ഉത്തരം പറയാൻ കഴിയാതെ നമ്മൾ പരിഹസിച്ചു പോകുന്ന രീതിയിൽ ഉള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ ഇല്ലാതെയാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം മുഴുവൻ വളരെ ട്രാൻസ്പെറന്റ് ആവേണ്ടത് ഒപ്പേക്കാക്കി മാറ്റുന്നു. ഇത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJP ക്ഷമിക്കണം. എന്തായാലും ആ നീക്കമൊത്തം അനാവൃതമാക്കുന്നു എന്നുള്ളത് കൂടിയാണ് സങ്കടം. ഇപ്പൊ ഈ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഉയിര് വാരി പിടിച്ച് മനുഷ്യൻ മുങ്ങുന്ന പേമാരിക്കാലത്ത് എന്തിനാണ് തിടുക്കത്തിലായ SIR? വോട്ടർ പരിഷ്കരണത്തിൽ വെട്ടിക്കളഞ്ഞ് 1-2 പോലെ 65 ലക്ഷം വോട്ടർമാരുടെ വിവരം ആരൊക്കെയാണെന്ന് ഒഴിവാക്കാൻ കാരണം എന്താണെന്ന് അറിയാൻ രാജ്യത്തെ പോകാൻ അവകാശമുണ്ടെന്നിരിക്കെ നിങ്ങളത് ചെയ്യാൻ മടിച്ചത് എന്തിനാണ്? സുപ്രീം കോടതിക്കകത്ത് പുറത്തുവിടാൻ എന്തുകൊണ്ട് പറയേണ്ടി വന്നു? 1 ലക്ഷം കള്ളവോട്ടിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തുടങ്ങിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ മറുപടിയില്ലാതെ നിൽപ്പാണ്. ആ മറുപടിയില്ലായ്മ രാജ്യത്തിനാണ് നാണക്കേട്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.